ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വആലി കുല്ലി വസ്സഹാബത്തിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഈ ദുന്യവിയായ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മനുഷ്യന്മാരെ ഒരുപോലെ ആക്കിയിട്ട് പടച്ചിട്ടില്ല. വ്യത്യസ്തങ്ങളായ സ്ഥിതിയിലാണ് പടച്ചത്. പൈസ ഉള്ളങ്ങ ഔട്ടോടുള്ള സ്വത്തുകൾ എജസ്റ്റായി ജീവിക്കണങ്ങ തീരെ ഇല്ലാത്തങ്ങ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ആൾമാർ കഷ്ടമുള്ള ആൾമാർക്ക് ഹെൽപ്പാക്കരുത്. നിർബന്ധമായ ഘട്ടമുണ്ടോ സുന്നത്തായ ഘട്ടമുണ്ടോ? നിർബന്ധമായ ഘട്ടമാണ് ഒന്നും കമ്പൽസറി ആയിട്ട് കൊടുക്കണമായത് സക്കാത്ത് ചൊല്ലുക. അത് ബാധ്യതയായിരിക്കണം. 2% കച്ചവടത്തും ബംഗാര വെള്ളിക്കും പൈസത്തുകുമുള്ള ആ സക്കാത്തിൻ്റെ പൈസ അത് ഞങ്ങളെ ബാധ്യത ആയിരിക്കും. അഥവാ ഒരു വർഷം കഴിയേണ്ടെങ്കിൽ ആ 2% ഞങ്ങളതല്ല, അത് പാവത്തങ്ങളെ സ്വത്താണ്. അക്രമമായിട്ട് ഞങ്ങൾ ആരമാ സ്വത്തു കട്ടിട്ട് ഞങ്ങൾ ഒട്ടിക വെച്ചിട്ട് ആരെ സ്വത്തുള്ള ബിസിനസ് ആക്കിയ അർത്ഥമാണ് ഈക്കുള്ളത്. അത്രയും വ്യക്തമായിട്ടാണ് ഈ മസാല ഉള്ളത്. അത് ഞങ്ങൾ ദല്ലമേ അല്ല ആ സ്വത്ത്. പിന്നുള്ള വിഷയമായിട്ട് റായത്തുള്ള കഷ്ടത്തെ ആൾമാർക്ക് ആ റായത്തിൽ അള്ളാഹു നിയമത്ത് കൊടുത്ത ആൾമാർ വലിയ നിയമത്തുണ്ടാവുന്നുണ്ടെന്നില്ല, ഏകദേശം ഒരു നിയമത്തുള്ള ആൾമാർ അതിക്കൊക്കെ പരിധിയെല്ലാം ഉണ്ട്. അതിന് പ്രത്യേകമായിട്ട് പഠിക്കണം. അപ്പം അങ്ങ് റായത്തുള്ള കഷ്ടത്തുള്ള ആൾമാർക്ക് ചോറ് കറി പോലത്തെ അവ പോലത്തെ ഇന്നിത്തര ചികിത്സ പോലത്തെ വ്യവസ്ഥകളാക്കി കൊടുക്കണേ. ഇതും ഒരു റായത്തെ ആൾമാരുടെ എന്തായിട്ടിക്കട് ഫർള് കിഫായത്തിൽപ്പെട്ട വിഷയമായിട്ടിക്കട്. റായത്തെ എല്ലാ ആൾമാരും ആറുമാക്കില്ലെങ്കിൽ എല്ലാവരും ദോഷികളായി പോവാറ്. കൊറിയാൽമാർ ആരെങ്കിലും ആക്കിയെങ്ക ബാക്കിയെല്ലാം രക്ഷപ്പെടുവാർ. എന്തും ഫർള് കിഫായ റായത്തങ്ങളെ സാമൂഹിക ബാധ്യതയായിട്ടിക്കട്. ഇനിയുള്ള വിഷയമായിട്ടിക്കട് സുന്നത്തായ വിഷയ സ്വതക്ക ചൊല്ലത്. അത് എല്ലാ ആൾമാരും കഷ്ടമുള്ള എല്ലാ ആൾമാർക്കും പരസ്പരം സഹായിക്കട്. പരസ്പരം കഷ്ടമുള്ള ആൾമാർക്ക് സഹായിക്കണമെങ്കിൽ സ്വതക്ക ചൊല്ലുന്ന വിഷയം. സ്വതക്ക കൊണ്ട് ഒരു മനുഷ്യരെ സ്വത്ത് കുറയില്ല യാരമേ അവിടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുടെ ഹസ്സിനു അംവാലക്കും ബിസ്സകാത്ത്. നിങ്ങളെ സ്വത്തുടെ നിങ്ങൾ കോട്ട ആക്കോളൂ. സ്വത്തുക്ക് നിങ്ങൾ കോട്ട ആക്കണം. ഉപദ്ര വരാത്ത പോലെ, അതിക്ക് വൈറസുങ്ങ വരാത്ത പോലെ, അതിക്ക് ചെതലുങ്ങ ഒതലുങ്ങ വരാത്ത പോലെ. എന്ത് ഒതല്? ഒറിജിനലായ ഒതലായിട്ടിക്കോ ചിലപ്പോൾ നോട്ടുകൾ വേണ്ടല്ലേ, അല്ലെങ്കിൽ അതുപോലെ ഉപദ്രവമാണെങ്കിൽ ഇത് വേറെ അക്രമങ്ങളായിട്ടിക്കോ കള്ളന്മാരായിട്ടിക്കോ വേറെ ഉപദ്രവമായിട്ടിക്കോ. ഇങ്ങനത്തതിൽ നിന്ന് നിങ്ങൾ കോട്ട ആക്കണോ? സക്കാത്ത് സക്കാത്ത് കൊണ്ടു സക്കാത്ത് കൊടുത്തേണ്ടായ നിങ്ങളെ സ്വത്ത് ഒരു കോട്ടയാവിടുന്നു. അഥവാ വലിയൊരു നിലക്കുള്ള അള്ളാഹുടെ ഭാഗത്ത് സേഫ്റ്റി കിട്ടുക. ദാവും അള്ളാഹ്ക്കും നിങ്ങളെ കൂട്ടത്തിലുള്ള രോഗിമാർക്ക് നിങ്ങൾ ചികിത്സ ആക്കോറോ ബിസ്വദഖത്തി സ്വതക കൊടുത്തിട്ടോ. മനസ്സിലാക്കും. ചമ്മ ഡോക്ടർമാർക്ക് ഞങ്ങൾ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കട, ലക്ഷക്കട്ടല ഹോസ്പിറ്റലിൽ ചിലവാക്കട, ലക്ഷക്കട്ടല ഡെയിലി മറന്നിക്ക് പൈസ കൊടുക്കട. ഇതിന് ബദൽക്ക് ഒരു മനുഷ്യ കറക്റ്റായിട്ട് പാവത്തങ്ങളെ കഷ്ട ഉള്ള ആൾമാർക്ക് സ്വതക്ക കൊടുക്കണ ആദത്തിന്നുണ്ടായെങ്കിൽ അവനക്ക് അതേ വലിയ മറந்தாയിട്ടിക്കട്. സ്വതക്ക ചൊല്ലത് രോഗത്തുകൊള്ള മറந்தாയിട്ടിക്കട്. പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കുന്ന വിഷയം. ഇതാ തൊസദ്ദഖ റജുലു ബി സ്വതക്ക. ഒരു മനുഷ്യ ഇന്നൊരാൾക്ക് ഒരു സ്വതക്ക കൊടുത്തേണ്ടായെങ്കിൽ അപ്പം ആ സ്വതക്ക അതിലെ സ്ഥിതി ചൊല്ല് ആ നാവുൽ ചൊല്ലൂല 3 പലക്ക. ഒന്നാമത്തത് കതു കുന്തു കലീല. നാണ് ഭാരി തെല്ലായിട്ടിന്, അഥവാ സ്വത്ത് എൻ്റെ തെല്ലായിട്ടിന് ഫസിർത്തു കസീറ. ഇപ്പം സ്വത്തായ നാൻ ചൊമ്മയാറായ സ്വതക കൊടുക്കലോടുകൂടെ നിൻ്റൊട്ടിയുള്ള സ്വത്തായ നാനിപ്പം ചൊമ്മയാറായ. അപ്പം സ്വതക്ക കൊണ്ട് സ്വത്ത് യാറാവിടെ കൊരടി അവിടെ അല്ല, കാണുമ്പോൾ കൊരടി പോലെ കാണുന്നത് യാറാവുള്ള ലക്ഷണമാണ്. കതു കുന്തു ഫാനിയത്താൻ നാൻ വെറുതെ വേസ്റ്റായിട്ട് പോകേണ്ടവനായിട്ടിന്ന് തിണ്ടിട്ട് കക്കൂസര കുളിക്ക് അല്ലെങ്കിൽ ഡ്രസ് ഇട്ടിട്ട് വലിച്ചെറത ആ ഒരു സ്ഥിതിക്ക് ഞാൻ ആയിട്ടിന്ന് ഫസിർത്തു ബാക്കിയ. ഇപ്പം നീ സ്വതക്ക കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ ബാക്കിയായ എനിക്ക് ഒരു അവശേഷിക്കണമെങ്കിൽ ബാക്കിയാവുടെ ഒരു വസ്തുവായിട്ട് ഞാൻ മാറിയ. കതു കുന്ത തഹ്ഫദുനി. ഇത്രത്തോളം പൈസയാകുന്ന നന്റെ നീന് ജാഗ്രതയിൽ വെച്ചുകൊണ്ടിരുന്ന സേഫ്റ്റിയിലും ബാങ്കിലും ലോക്കറിലും ഇന്നിത്ര എവിടെയോടെ എടുത്തു വയ്ക്കാവിടെ ആ നിലക്ക് നീ എടുത്തു വെച്ചുകൊണ്ടിരുന്ന നന്റെ നീന് ജാഗ്രത ആക്കിക്കൊണ്ടിരുന്ന. പക്ഷെ നീ സ്വതക്ക കൊടുക്കലോടുകൂടെ ഫസിർത്തു അഹ്ഫദുക. ഇപ്പം നിന്റെ നാനാണ് ജാഗ്രത ആക്കണേ. ഇപ്പം നിക്ക് സംരക്ഷണ സേഫ്റ്റി നാത്തണ്ടേ. ഇതാണ് സ്വതക്കത്തുകളിലെ ഒരു ഫലം.
അത്താസായിലുൻ ഇംറാത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഒരാൾ വന്നിട്ട് ഒരു പെണ്ണിങ്ങളൊട്ടിക ഒരു കേക്കിട് എന്തെങ്കിലും തർമോ ചെന്നിട്ടോ, ഈ പെണ്ണിങ്ങളിട്ടൊന്നുമില്ല. ഈ പെണ്ണിങ്ങളെ ബായിക്ക് ഒരു ആഹാരം ഇങ്ങനെ ഇടക ഭർത്തായോണ്ടുണ്ടോ, അഥവാ ബായിക്ക് എത്തിട്ടായിടെ അപ്പമേ ആ പെണ്ണിങ് എന്താക്കട് ഗൊന്തുണ്ടാ, ഈ കേട്ട ആൾക്ക് എന്തെങ്കിലും കൊടുക്കണല്ലേ ചെന്നിട്ട് ബായിക്ക് വെച്ച ആഹാര ആ കേട്ട ആൾക്ക് കൊടുക്കടൂ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സ്വതക്കമാണ്. അങ്ങനെ ഏതാണെങ്കിലും കൊറിയ ടൈം കഴിഞ്ഞിട്ട് ആ പെണ്ണിങ്ങ ഗർഭം ചെയ്ത് ആ പെണ്ണിങ്ങക്ക് നല്ലൊരു കിടാവ് അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് ആ പെണ്ണുക ഒരു ദൗർഭാഗ്യമാണ്, കഷ്ടത്തിൽ കിട്ടിയ ഒരു കിടാവ്. ആ കിടാവിടെ ഒരു തോള വന്നിട്ട് ഒരു ചെന്നായി വന്നിട്ട് എടുത്തോണ്ട് പോണ്ടു. ഈ പെണ്ണെന്താക്കട് ആ തോളത്തെ പെറവത്തില് കിടാവുടെ രക്ഷപ്പെടുത്തുക വേണ്ടി ഓടി 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 പോണ്ടാൾ. തോളത്തെ ഓട്ടവും ഒരു പെണ്ണിടെ ഓട്ടം എത്ര വ്യത്യാസയിക്കൂ. ഈ പെണ്ണിങ്ങ ചൊല്ലി ഇബ്നി ഇബ്നി നന്റെ മോണു ചെന്നിട്ടു. ഈ പെണ്ണ് ഒരിക്കലും തോളത്തെ പിടിക്കുക സാധ്യാവില്ല, ഒരു മനുഷ്യരെ കൊണ്ട് സാധ്യാവാതത്ര വലിയ ഓട്ടമാണ് തോളത്തുകൊള്ളെ. ആ ടൈമിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മലക്കിടെ കടുത്തിട്, നിങ്ങ പോയിട്ട് ആ തോളത്തെ മുട്ട എത്തണോ, എന്നിട്ട് ആ പെണ്ണുക പരിഹാരാക്കി കൊടുക്കണോ. അങ്ങനെ ഈ പെണ്ണിങ്ങ പോയിട്ട് ആ തോളത്തെ പിടിച്ചു വെക്കിട്. ആ പിടിച്ചു വെച്ചെങ്കത്തെ തോളത്തെ മായിൽ നിന്ന് കിടാവിടെ എടുത്തിട്ട് ഈ പെണ്ണിങ്ങ കൊടുത്തിട്ട് ചൊല്ലോ, അല്ലാഹു യുക്രിഉകി സലാം, അല്ലാഹു നിങ്ങക്ക് സലാം ചൊന്നോണ്ടുണ്ടോ. അല്ലാഹുടെ സലാം ഈ പെണ്ണിങ്ങ കിട്ട്. മാഷാ അല്ലാഹ്, എത്ര വലിയ അത്ഭുതമാണ്. എന്നിട്ട് ചൊല്ലേ, ഖുൽ ഹാദിഹി ലുഖ്മത്തുൻ ബിലുഖ്മ, അല്ലാഹു ചൊന്നുപെടുത്തിയത് ഈ നിക്ക് കിട്ടിയ ഈ കിടാവുണ്ടല്ലേ, അതിന് ഈ രണ്ട് ബായിക്ക് കൊടുത്ത ഒരു ആഹാരം ഉണ്ടല്ലേ, ബായിയുടെ കൊടുത്ത ആഹാരം ഉണ്ട്, അതൊക്കെ പകരമായിട്ട് ഈ തോളത്തെ ബായിൽ ഇതിലേക്ക് തിരിച്ച് കിടാവ് തന്നെ. അണ്ട് നീന് ആഹാരം ഉണ്ണൊമ്പതിനിട്ട് ഒരാൾ വന്ന് കേടുത്ത് അപ്പോഴാണ് ഇതിന്റെ ബായിൽ വെച്ചിട്ട് ആഹാരം നീ കൊടുത്ത സുഖമായിട്ട്, അതൊക്കെ പകരമായിട്ട് തോളത്തെ വായികത്തെ ഈ കിടാവിടെ തിരിച്ചിട്ട് അല്ലാഹു തആല തന്നെ. ഇങ്ങനെയാണ് സ്വതക്കത്ത് അല്ലാഹു തആല തന്റെ ഫലം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ അവിടെ നിന്ന് ബിനാ ചെയ്ത് ഉണ്ടാക്കട്. എല്ലാ സ്വറവും അതിലെ 4 ഭാഗവും സ്വറതീർ. ആ സ്വറതീനെങ്കിത്തെ ടൈമിലോ ബഹുമാനപ്പെട്ടവർ ആ 4 ഭാഗത്തിലും 1000 റക്അത്ത് നിസ്കരിക്കട്. എന്നിട്ട് അല്ലാഹു തആല വഹി അറിയിക്കട്, നിങ്ങൾ ആക്കിയ കഅബ വളരെ സൂപ്പറാണ്, ഭാരീ ചന്തായിട്. പക്ഷേ ദുനിയാവിൽ ഇതിരെ കാണ്ടി ഫലമുള്ള ഈ കഅബ പുനർനിർമ്മാണ ചൊല്ലുടെ ഈ അമലിന്റെ കാണ്ടി ഫലമുള്ള വേറൊരു സ്വറുണ്ട്. എതിന്ദ്ര കൊണ്ടുണ്ടാ ലുഖ്മത്തും ഫീ ബത്നി സായിൻ തുൻഫിഖുഹാ അലൈഹി ഖൈറും മിൻ ഹാദാ കുല്ലിഹി. ഒരു പൈസ ഒരാളുടെ വയറുക നീന് ഒരു പിടി ആഹാരം കൊടുക്കരുതോ, നിങ്ങൾ ഈ കെട്ടിയ കാബയും അതിൽ പിന്നെ നിസ്കരിച്ച് 1000 നിസ്കാരത്തെ കാണ്ടി ഫലമുള്ളതായിട്ട് കിടുക. അപ്പം അത്രയും ആഹാരം മനുഷ്യന്മാർക്ക് സ്വതക്ക കൊടുക്കുകയോ ചെയ്യുന്നത് അല്ലാഹുവിന്റെ മുട്ട വലിയ കൂലിയുള്ള വിഷയമാണ്. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാമിനൊട്ടിക നല്ല ലോക്യമാണ്, നല്ല ബന്ധമാണ്. ഓർക്ക ചൊല്ലോ, ഇങ്ങനത്തെ റായത്തിലുള്ള ഈ വ്യക്തി 5 നാളിൽ മരിച്ചു പോണ്ടോ. 5 നാൾ കഴിയുമ്പോൾ അയാളുടെ റൂഹ് നാ പിടിക്കണേ. സുലൈമാൻ നബി അലൈഹിസ്സലാം നോക്കിക്കൊണ്ടുണ്ടായാൽ എന്തായിട്ട് അയാളെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്. 4 നാൾ കഴിഞ്ഞിട്ട് 5 നാൾ കഴിഞ്ഞിട്ടും മരിക്കരുത് കാട്ടില്ല. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം സംശയം, എന്നിട്ട് 5 നാൾ ചന്ദ്രമാ അല്ല 5 തിങ്കൾ ചന്ദ്രമാണ്. കേട്ടിട്ടില്ല അസ്രായിൽ ഇസ്ലാമിട്ട് കേട്ടിട്ടില്ല. 4 പോയിട്ട് തിങ്കളായിട്ട് ഉപയോഗിച്ച് 1 തിങ്കൾ കാത്തിട്ട് 2 തിങ്കൾ കാത്തിട്ട് 5 തിങ്കളായിട്ടും ഈ മനുഷ്യൻ മരിക്കരുത് കാണില്ല. സുലൈമാൻ നബി ഇസ്ലാം ബുഡ മലക്കുൽ മൗത്തിൽ വിളിച്ച് കേടെത്തി, എന്തൊരു വിഷയ ഇങ്ങനെ നിങ്ങൾ ചൊന്നരാറല്ലേ 5 നാളിലെ മരിക്കണേ, 5 തിങ്കളായിട്ട് മരിച്ചിട്ടല്ലേ, എന്തൊരു വിഷയ തപ്പിരമാണ് എനിക്ക്. അപ്പോഴാണ് അസ്രായിൽ അലി ഇസ്ലാം ചൊല്ലേ, ഈ മനുഷ്യ 5 നാളിൽ മരിക്കൊണിന്ത് പക്ഷേ
ഇയാൾ 5 ദിർഹം സ്വതക്ക കൊടുത്തു, പാവത്തെ ആൾക്ക് സ്വതക്ക കൊടുത്തു. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ദിർഹം കണക്കായിട്ട് 1 വർഷത്തെ ആയുസ് കൂട്ടി കൊടുത്തു. 5 ദിർഹം കണക്കായിട്ട് 5 വർഷത്തെ ആയുസ്സാണ് അല്ലാഹു തആല കൂട്ടിയേ. ഇത്ര വലിയ വിഷയമാണ് സഹോദരങ്ങളെ. കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളത് സ്വതക്ക കൊടുക്കുന്ന വിഷയം മാത്രമല്ല, ഞങ്ങളൊട്ടിക്ക് ഒരാൾ കേട്ടേണ്ടായെങ്കിൽ കൊടുക്കണേ, അയാളെ ദൂരാക്കണ വിഷയമില്ല. ഭിക്ഷുക്കರಿಗೆ അവകാശമില്ല അവളെ പള്ളിയുടെ അവിടെ. ചില പള്ളിയിലുള്ള റൂല് ആരെങ്കിലും ഉഷാറില്ലാത്ത പോലത്തങ്ങളെ വന്നിട്ടുണ്ടായെങ്കിൽ ഉസ്താദൊന്നും ചൊല്ലോതീരാ, ഞങ്ങൾക്ക് കൂടെ ആരും ബേങ്ങടങ്ങൾക്ക് അവകാശമില്ല. ഔത്തുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ ഇവിടെ ആറും അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ബേങ്ങടങ്ങ് പറകില്ല. ഒരാൾ ഉപ്പത്തിനായിട്ട് ഏതും കൊറിയ മൈനസിക്ക് ഉപ്പതിരിക്കുന്നത് വേറെ വിഷയം. പക്ഷേ ബേങ്ങെടുത്ത് നല്ലതാ, അതും വേറെ വിഷയം, അല്ലേ വേറെ വിഷയം. പക്ഷേ ഞങ്ങളൊട്ടൊരാൾ ഞങ്ങളെ റായത്ത് കേക്ക് വന്ന്, ഞങ്ങൾ ഔത്തു കേക്ക് വന്നു, ഞങ്ങളെ ഫ്ലാറ്റ് കേക്ക് വന്നു, ഒരിക്കലും തിരിച്ചു കൊടുത്തു കുത്തിയറാ. ഇമാമിങ്ങ ചൊല്ല് ഇമാമുൽ ഹദ്ദാദ് ചൊല്ല് ഭാരി ഡേഞ്ചറാണ്. ചിലപ്പോൾ മലക്കായിട്ട് വന്നിട്ട് നിനക്ക് കൊന്തിക്കല നിന്റെ പരിശോധിക്കുക, നീ ശുക്രുള്ള ഊണാ ശുക്രില്ലാത്ത ഊണാച്ചെന്ന് പരിശോധിക്കുക ആയിരിക്കും. ഹുമാനബിടെ ഈസ നബി അലൈഹി സ്വലാം ചൊല്ലുന്ന കേട്ടിട്ടൊരാൾ വന്നാൽ ഓർത്ത് ഹായിബാക്കിട്ട് എന്തും കൊടുക്കാണ്ട് തിരിച്ചു കിടച്ചെങ്കിൽ ലം തഗ്സൽ മലായിക അവൻ്റെ ഔത്തുക റഹ്മത്തിൻ്റെ മലായികത്ത് 7 നാളുക വരളവല. ഒരാൾ ഔത്തുക്ക് വേഗം വന്നെങ്കിൽ തിരിച്ചു കിടച്ചെങ്കിൽ 7 നാള് ഉണ്ട് ഔത്തുക റഹ്മത്തിൻ്റെ മലായികത്ത് വരല. ഓൻകൊരു ശിക്ഷയാണ് കൊടുക്കട്. ചൊമ്മ വിഷയമുണ്ട്, ഒരു വിഷയം കൂടി ചൊന്നു ഇപ്പാട്ടെ. ഒരു മനുഷ്യ ബഹുമാനപ്പെട്ട ഇമാം ഹദ്ദാദ് റളിയല്ലാഹു ചൊല്ലെ, ഒരു മനുഷ്യ കേക്ക് വന്നുകൊണ്ട് തിരിച്ചു വിട്ട ആ തന്നെ പോലർക്ക മൈ നിന്റെ കഷ്ടപ്പാട് നന്റെ കണ്ടിട്ട് അള്ളാഹു നിന്റെ പടിവായിട്ട് ഒരു പൈസ ഇല്ലെങ്കിൽ ഒരു പലക കേൾക്കണം. ഞങ്ങളെ കണ്ടിട്ടാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കിയത്, ഞങ്ങളെ കണ്ടിട്ടാണ് നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കിയത്. എന്തിനാ എപ്പം വേണ്ടേ, എത്ര ആൾ വേണ്ടേ? ഈ നിലക്ക് കേട്ട് ഒരാളിനെ തിരിച്ചിട്ട് ഒരു മനുഷ്യ കൊടുത്താണ്ടായെങ്കിൽ അതിൽ പിന്നെ ബേജാറായിട്ടാ അല്ല നന്റെ പേര് പെടുക്കോടെ എങ്ങനെമാക്കിയിട്ട് ഓൻ്റെ സ്വത്തുടെ പാതി കൊടുത്താ 10 ലക്ഷം രൂപ സ്വത്തിന് 5 ലക്ഷം കൊടുത്തു വിട്ടാ മനുഷ്യന്. എങ്ങനെ കൊടുത്തേ? ഫസ്റ്റ് കൊണ്ടിട്ട് എല്ലാം ചൊല ഇതാക്കിയിട്ട് ചൊരാക്കിയിട്ട് എന്തെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ ഓൻ്റെ ഒരു 10 ലക്ഷം സ്വത്തിന് 5 ലക്ഷം കൊടുത്തു വിട്ടാ വരിക. എന്നെങ്കും ഓണാക്കി ആ സ്വതക്കത്തെ കാണ്ടി വലിയ വിഷയമായിട്ട് അവൻ ആക്ഷേപിച്ചത്. എന്നിട്ട് ചിലപ്പോൾ ഓണോ സ്വതക്ക കൊടുത്തെങ്കും അവൻ്റെ ആട്ടി ഓടിച്ച് അവൻ്റെ മനസ്സ് കാക്കി ബേജാറുക ആ ദോഷത്തിന് സമായി വരല. അത് വലിയൊരു പരിശുദ്ധ ഖുർആൻ എന്ന വിഷയം കേട്ടാളുടെ ഒരിക്കലും നമ്മൾ തിരിച്ചു വിടുക. അത് നല്ല സ്വഭാവമാണ്. എന്തിനാ ഉണ്ടാ അത് കൊടുക്കട്. ഇതിനൊരു സംഭവം ഇനിയും ഉണ്ട് ചൊല്ലുപോയ ഓരോ ഇമാമിങ്ങ മഹാന്മാരല്ല എന്തും ഇല്ലാത്തേക്ക് ഔത്തരെ എന്തും ഇല്ല ഔത്തുള്ളൂ ലാസ്റ്റിക്ക് ഔത്തരെ എന്തിനുള്ള പലക എടുത്തിട്ട് കൊടുത്തിട്ടുള്ളൂ സ്വതക്കായിട്ട്. ഇതൊരു മഹാൻ ചൊല്ലു മഹാന്റെ വിഷയം ചൊല്ലാറ് അതിലോട്ട് എന്തും ഇല്ല. ലാസ്റ്റ് പിന്നെ എന്താക്കി ഒരു വസ്തു ഔത്തിലില്ല കൊടുക്കുമ്പോൾ ദിട്ട ഡ്രസ്സ് മാത്രം കൊടുത്തെങ്കിൽ ഓരത്ത് മറയുന്നില്ല. ലാസ്റ്റ് ഔത്തിൽ ഉൾഗത്തെ തൂസി എത്ത വന്നിട്ട് ഈ കേട്ടാലെ ഡ്രസ്സ് പറഞ്ഞിട്ടും തൂല അതിനുള്ള തുന്നി കൊടുത്തു തൂല. ഇതാ എൻ്റെ ഒരു ഉപകാരമായിട്ടുണ്ട്. ഈ നിലക്ക് പണ്ടത്തെ മഹാന്മാർ കേട്ടങ്ങളെ സായിബാക്കി മടക്കേണ്ടിയില്ല. അങ്ങനത്തെ ഒരു ദുസ്വഭാവ ദുർഗുണ ദുർതീരുമാന ഒരു റായത്തിലും പിറകു തീരാ, ഒരു ഫ്ലാറ്റിലും പിറകു തീരാ, ഒരു ഔത്തിലും പിറകു തീരാ. ഞങ്ങൾക്ക് ആ സ്വഭാവിക്കു തീരാ. അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. കൊടുത്ത സ്വതക്കത്ത് അർഹമായ പ്രതിഫല ദുനിയാവാഹം അള്ളാഹു തല നൽകിയിട്ട് നിങ്ങൾക്ക് അള്ളാഹു ആഖിറ വിജയത്തും രോഗ തടയുകയും ബലാ തടയുകയും സ്വതക്കുകൾ കാരണമാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.